വി ഡി സതീശൻ സർക്കാരിൻ്റെ തുടക്കത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്കുണ്ടായില്ല. അവിടെ നടന്ന പല അനധികൃതമായിട്ടുള്ള കാര്യങ്ങളും വി എസ് അറിയരുത് എന്നുള്ള കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 15ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി വി എസിന് രണ്ടാമതും തുടർഭരണം വി എസ് മുഖ്യമന്ത്രി ആവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് CPI നേതാക്കളൊക്കെ തന്നെയും റിസോർട്ട് ഉടമകളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. CPI നേതാക്കൾ മാത്രമല്ല, അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനത്തിൽ ഈ CPMൻ്റെ ആളുകളും ഈ റിസോർട്ട് ആളുകളായിട്ട് ബന്ധമുണ്ടെന്ന് പലരും നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ളതാണ് വിനോദിനി കോടിയേരിയുടെ തുറന്നു പറച്ചിൽ. സത്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? കഴിഞ്ഞ 10 കൊല്ലത്തെ പാർട്ടിയുടെ ചരിത്രം ആലോചിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ചർച്ചയുണ്ടാവാറില്ല. MM മണി സഖാവ് വി എസിൻ്റെ ഒരു വാത്സല്യപുത്രനാണ്. പക്ഷേ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നിലയ്ക്ക് ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വി എസിന് വിശദമായൊരു കത്ത് കൊടുക്കുകയും ചെയ്തു. ആ കത്ത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ വി എസ് മൂന്നാർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. പത്രക്കാരൻ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ 3-4 അപ്പീൽ അദ്ദേഹം തന്നല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുത്തില്ല. അല്ല, ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ നേരിട്ടൊരു പാർട്ടിയാണ്. ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ കൂടിയുണ്ട്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ പേടിക്കേണ്ട കാര്യം? ഇപ്പം അഭിജിത്ത് ഒരു തെറ്റ് ചെയ്താൽ അഭിജിത്ത് എൻ്റെ വീട്ടിൽ വന്നാൽ അഭിജിത്ത് തെരഞ്ഞ് എൻ്റെ വീട്ടിലേക്കല്ലേ പോലീസ് അന്വേഷിച്ച് വരിക. ആ ചെയ്ത ആളുകളുടെ കാർ ആക്രമിക്കുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ സത്യം പറഞ്ഞാൽ രണ്ടാം ലീഡർഷിപ്പോ 3-ാം ലീഡർഷിപ്പോ ഉണ്ടാക്കി വെക്കാത്തത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണ്. പാർട്ടിയെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ചവിട്ടി ഒതുക്കി താഴെയാക്കി ടഫായിട്ടുള്ള മണ്ഡലത്തിലേക്കാണ് എന്നെ പരീക്ഷിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഞാൻ ചാവേറാവുകയാണെങ്കിൽ, അത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന നിലയ്ക്കുള്ള പാർട്ടിയിൽ നിന്ന് അകലുകയാണോ സഖാവ് കോടിയേരിയുടെ കുടുംബം? അല്ല, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ ആദരിച്ചില്ല എന്നുള്ളൊരു പരാതി അന്ന് തന്നെ കുടുംബം ഉയർത്തിയിട്ടുണ്ട്. CPM വിടുന്നതിന് മുൻപ് വി എസിൻ്റെ കുടുംബവുമായി ഇല്ല, ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്നെ വേദനിപ്പിച്ച ആ പ്രസ്താവന അദ്ദേഹം നടത്തുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ സംഭവമാണ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം A. സുരേഷ്. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ മുൻ PA ആയിരുന്നു, നിലവിൽ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. സ്വാഗതം സുരേഷ് ചേട്ടാ സി മലയാളം ന്യൂസിലേക്ക്. സ്വാഗതം. 2011 തുടർഭരണം കിട്ടാതിരിക്കാൻ അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇടപെട്ടെന്നും പിന്നീട് 13 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് തോൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രകാശനം ചെയ്ത K. സുരേഷ് കുമാറിൻ്റെ പുസ്തകത്തിലുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? അതോടൊപ്പം ഈ പുസ്തകം CPMൽ എന്ത് കോളിളക്കമാണ് സൃഷ്ടിക്കാൻ പോവുക? തീർച്ചയായിട്ടും 2011 കേരളത്തിലൊരു തുടർഭരണം VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഭരണമായിരുന്നു 5 കൊല്ലം ഇടതുപക്ഷ മുന്നണി VS നയിച്ച ഗവൺമെൻറ് ചെയ്തത്. അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ 13 മണ്ഡലമല്ല, 15ഓളം മണ്ഡലങ്ങളിൽ ഏതാണ്ട് 500 വോട്ടിൽ താഴെ ആണ് സ്ഥാനാർത്ഥികൾ തോറ്റത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി വി എസിന് രണ്ടാമതും തുടർഭരണം വി എസ് മുഖ്യമന്ത്രി ആവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചതുള്ളത്. സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സുരേഷ് കുമാർ സാർ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് തുടർഭരണം കിട്ടിയിരുന്നെങ്കിൽ ചരിത്രമാവുമായിരുന്നു. ഏറ്റവും നല്ല ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു 2006 മുതൽ 2011 വരെ കേരളത്തെ VS നയിച്ച ഗവൺമെൻറ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പല ഫയലുകളും അദ്ദേഹം കാണുന്നതിന് മുൻപ് തന്നെ AKG സെൻറ്ററിലെ പലരുമായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളത് കൂടി ഈ പുസ്തകത്തിൻ്റെ ഭാഗമാണ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ K. സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ KN ബാലഗോപാലിൻ്റെയും S. രാജേന്ദ്രൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ ചില നിർണായക ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? ഇത് ഏതെങ്കിലും തലത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, LDF ഗവൺമെൻറ് നയിക്കുമ്പോൾ പാർട്ടിക്കൊരു ഫ്രാക്ഷൻ രീതിയുണ്ട്. ബുധനാഴ്ച ക്യാബിനറ്റ് കൂടുമ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ AK സെൻറ്ററിൽ പാർട്ടി മെമ്പർമാരായിട്ടുള്ള മന്ത്രിമാർ, പാർട്ടി മെമ്പർമാർ തന്നെ ആയിരിക്കും CPMൻ്റെ മന്ത്രിമാർ, അവരുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷനിൽ വെച്ചിട്ടാണ് നയപരമായ തീരുമാനങ്ങൾ എന്തൊക്കെ ക്യാബിനറ്റിൽ നിശ്ചയിക്കണമെന്നും ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്നും എടുക്കേണ്ട എന്നും തീരുമാനിക്കുന്നത് ആ ഫ്രാക്ഷനിൽ വെച്ചിട്ടാണ്.
അതിനുശേഷമാണ് ക്യാബിനറ്റിലേക്ക് മന്ത്രിമാർ പിറ്റേ ദിവസം രാവിലെ പോകുന്നത്. CPIക്ക് അങ്ങനെ 4 മന്ത്രിമാർ കൂടിയൊരു സംവിധാനം ബുധനാഴ്ച രാവിലെ അവർ ചേരാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നയപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ AK സെൻറ്ററിലെ പാർട്ടി കമ്മിറ്റികൾ അറിഞ്ഞിട്ടാണ് ചെയ്തിരുന്നത്. അതാണ് സുരേഷ് കുമാർ സാർ പറഞ്ഞ ഫയലുകൾ AK സെൻറ്ററിൽ പോയി പരിശോധിക്കുന്നു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ നയപരമായ തീരുമാനങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും AK സെൻറ്ററിലെ പാർട്ടി കമ്മിറ്റി അറിഞ്ഞിട്ട് തീരുമാനം എടുക്കുള്ളൂ. പിന്നെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സഖാവ് VSനെ സംബന്ധിച്ച് അന്ന് പാർട്ടിക്കകത്ത് ഭൂരിപക്ഷമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് VS. അതുപോലെ തന്നെ മന്ത്രിമാർക്കിടയിലായാലും ഒരു ഭൂരിപക്ഷമില്ല. ഓഫീസിലായാലും VS എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാർട്ടി കമ്മിറ്റിയിൽ അറിയിക്കാനും അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സംവിധാനം ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് VS സഹിച്ചിരുന്നു ആ സമയത്ത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ VS നല്ല പ്രയാസപ്പെട്ടിരുന്നു. എങ്കിലും VS തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് VS. ഈ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സന്തത സഹചാരി കൂടിയായിരുന്ന സുരേഷ് ഏട്ടനുമായി പലതവണ സംസാരിച്ചിട്ടുണ്ടല്ലേ VS? തീർച്ചയായിട്ടും. കമ്മിറ്റി കഴിഞ്ഞിറങ്ങുമ്പോൾ VSൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം ആ കമ്മിറ്റിയിൽ നിന്ന് VSന് ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ചില കാര്യങ്ങളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും കാറിൽ നിന്ന് സംസാരിക്കരുത് എന്ന് പറയും. അതിനുശേഷം ക്ലിഫ് ഹൗസിലെത്തിയാലും കണ്ടോൺമെൻറ്റ് ഹൗസ് എത്തിയാലും കമ്മിറ്റിയിൽ വിമർശിച്ച ആ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. കാരണം ഇത്രയും മഹാനായിട്ടുള്ളൊരു വ്യക്തി, പാർട്ടി ഉണ്ടാക്കിയൊരു വ്യക്തി, ആ വ്യക്തിയെ ആ കമ്മിറ്റിക്കകത്തു നിന്ന് പൊരിച്ച് അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി എന്ന നിലയ്ക്ക് VSനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി 3 പൂച്ചകളെന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന അന്നത്തെ ദേവികുളം സബ് കളക്ടർ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവാദം കൂടി ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് വരികയും കൂടിയാണ്. അപ്പോൾ രത്തൻ യു കേൽക്കർ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ VD സതീശൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് 2006 ഈ മൂന്നാർ ദൗത്യം നടക്കുന്ന സമയത്ത് അങ്ങേക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ക്രിസ്പായിട്ടുള്ള രീതിയിൽ അറിയാമല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ രത്തൻ യു കേൽക്കറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തുടക്കക്കാരനായിട്ടുള്ളൊരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോഴാണ് ദേവികുളം സബ് കളക്ടറായിട്ട് വരുന്നത്. എനിക്ക് അത്തരത്തിലൊരു വിമർശനം ഇല്ല. കാരണം അദ്ദേഹം തുടക്കക്കാരൻ നിലയ്ക്ക് അദ്ദേഹത്തിനൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ മൂന്നാർ ദൗത്യത്തിനെതിരായിട്ടൊരു സംവിധാനം ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല. അത് സുരേഷ് കുമാർ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. പക്ഷേ അദ്ദേഹം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ്. തുടക്കക്കാരൻ നിലയ്ക്കുള്ള ഒരു പ്രയാസം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു മഹാസംഭവമാണ് മൂന്നാർ ദൗത്യം. ആ സംഭവത്തിലേക്ക് തുടക്കക്കാരൻ എന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള ഒരു പേടിയും ഒരു ഭയവും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. VS സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരായിരുന്ന KP രാജേന്ദ്രനെയും ബിനോയ് വിശ്വത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് കൃത്യമായി അവർ നിർവഹിച്ചിരുന്നില്ല എന്നുള്ള വിമർശനം അത് VSന് കൃത്യമായിട്ടുണ്ടായിരുന്നു. 100% KP രാജേന്ദ്രനായാലും ബിനോയ് വിശ്വമായാലും അവർ നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെതിരായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അന്ന് ചെയ്തിരുന്നു എന്നുള്ളത് അന്ന് VSൻ്റെ സംസാരത്തിൽ നിന്നും ആ സംഭവങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ മന്ത്രി MM മണിയുടെ സഹോദരൻ ലംബോദരനായാലും മണിയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന വിമർശനം കൂടി ഈ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൽ ഒരു വലിയ ചരിത്രം എന്ന് പറയുന്നത് MM മണി സഖാവ് VSൻ്റെ ഒരു വാത്സല്യപുത്രനാണ്. VS ഒരുപാട് പ്രൊമോഷൻ കൊടുത്ത് ഏറ്റവും സ്നേഹിച്ചിരുന്ന ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് സഖാവ് MM മണി. ആ ദൗത്യത്തിൻ്റെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാനുള്ള ഒരു പ്രധാന കാരണം അതെനിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി ഒരു കത്ത് കൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഒരു കത്ത് VSന് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി ഇത്തരം കയ്യേറ്റങ്ങൾ അതിനു മുമ്പ് വാർത്തകൾ വന്നിരുന്നു. ആ സമയത്തെ ചാനലുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി കയ്യേറ്റങ്ങളെ കൊടുത്തു. പക്ഷേ ആരും ഗൗനിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നിലയ്ക്ക് ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും VSന് വിശദമായൊരു കത്ത് കൊടുക്കുകയും ചെയ്തു. സ്പെസിഫൈ ചെയ്ത് കത്ത് കൊടുത്തു, പോയിൻ്റ് ഔട്ട് ചെയ്ത് കത്ത് കൊടുത്തു. ആ കത്ത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ VS മൂന്നാർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ പാർട്ടി നേതാക്കൾ VSനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഈ സ്ഥലത്ത് പോകണ്ട, അത് 2-3 കയ്യേറ്റങ്ങൾ കണ്ടിട്ട് ബാക്കി നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ മതി എന്നാണ് അവിടുത്തെ നേതാക്കൾ VSനെ ഉപദേശിച്ചത്. പക്ഷേ VSൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കത്തിൽ പറയുന്ന മുഴുവൻ കയ്യേറ്റങ്ങളും VS കാണാൻ തയ്യാറായത്. അപ്പോൾ സമയം 2 മണിയായി 2:30 ഉച്ച സമയമായി. രാവിലെ മുതൽ നമ്മൾ കയ്യേറ്റം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഈ MM മണി കാറിലുണ്ട്.
വി എസിൻ്റെ കാറിൽ എം എം മണി ഇരിക്കുന്നുണ്ട്, ഞാനിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലാണ് ഈ കടലാസ് മുഴുവൻ ഉള്ളത്. അപ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഇത് മുഴുവൻ കാണേണ്ട കാര്യമൊന്നുമില്ല വി എസ്, ഇത്രയും പ്രായമുള്ള ആളൊന്നും അവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോടും പറയുന്നുണ്ട്. പക്ഷേ വി എസ് സമ്മതിച്ചില്ല. അതിനിടയ്ക്കാണ് ഈ 2:30 അവിടെ നടന്ന പല അനധികൃതമായിട്ടുള്ള കാര്യങ്ങളും വി എസ് അറിയരുത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സമയം വൈകിയപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ടേ സഖാവേ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വി എസ് പറഞ്ഞു ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലംബോദരൻ്റെ കയ്യേറ്റമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ കേബിൾ നെറ്റ്വർക്കിൻ്റെ ഏതോ ഈ ടവറുണ്ട്, ടവർ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഏതോ ഒരു വലിയ ബി എസ് എൻ അല്ല, വേറൊരു സ്വകാര്യ നെറ്റ്വർക്കിൻ്റെ ടവറായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അവിടെ എത്തിയപ്പോൾ വി എസ് പറഞ്ഞു അങ്ങോട്ട് പോകണം, അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം തടഞ്ഞു. അല്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോഴാണ് ആരോ വി എസിനടുത്ത് പറയുന്നത് ലംബോദരൻ്റെ കൈയേറ്റമാണെന്ന്. അപ്പോൾ ലംബോദരനെ വി എസിന് അറിയാം, കാരണം എം എം മണിയെ വർഷങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് ലംബോദരനെ വി എസ് നന്നായിട്ട് അറിയാം, അനിയനാണെന്നറിയാം. അതൊന്നുമില്ല വി എസ്, അത് വേറെന്തൊക്കെയോ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ തിരിച്ച് എല്ലാ കയ്യേറ്റങ്ങളും കണ്ടിട്ടാണ് വി എസ് മൂന്നാർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നതും ഉച്ചക്കലത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നതും. ആ കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കണമെന്ന് വി എസിന് നിശ്ചിതാർത്ഥി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ വി എസിനെതിരെ തിരിയാൻ തുടങ്ങിയത്. CPI നേതാക്കളൊക്കെ തന്നെയും റിസോർട്ട് ഉടമകളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണോ? CPI നേതാക്കൾ മാത്രമല്ല, അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ CPMൻ്റെ ആളുകളും ഈ റിസോർട്ട് ആളുകളായിട്ട് ബന്ധമുണ്ടെന്ന് പലരും വി എസിനോട് പരാതി പറഞ്ഞിട്ട്. ആരൊക്കെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്തരം ആരോപണങ്ങൾ അന്നുണ്ട്. CPI നേതാക്കളെക്കുറിച്ചും CPM നേതാക്കളെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. ആരൊക്കെയാണിത് ഇതിൻ്റെ പിറകിൽ നിന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ളതാണ് വിനോദിനി കോടിയേരിയുടെ തുറന്നു പറച്ചിൽ. ഇത് സത്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ്? പാർട്ടിയിൽ നിന്ന് അകലുകയാണോ സഖാവ് കോടിയേരിയുടെ കുടുംബം? അല്ല, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ ആദരിച്ചില്ല എന്നുള്ളൊരു പരാതി അന്ന് തന്നെ കുടുംബം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ എവിടെയാണ് പഠിച്ചതും ഇവിടെ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ലീഡർഷിപ്പ് കൊടുത്തത് സഖാവ് കോടിയേരി തിരുവനന്തപുരത്തു നിന്നാണ്. അന്നത്തെ അവസാനത്തെ യാത്രയിൽ എന്തുകൊണ്ട് AKG സെൻറ്ററിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഇന്നും സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ചോദ്യം കൂടിയാണ്. സത്യമാണത്. ഞാൻ പറഞ്ഞല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പഠിച്ചത് ഇവിടെയാണ്, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടാവും തിരുവനന്തപുരത്ത് എൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരണമെന്നും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ കോടിയേരി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അദ്ദേഹത്തെ കാണണ്ടേ? ഇവിടെ നിന്ന് വിലാപയാത്ര കണ്ണൂർ കൊണ്ടുപോയി എന്നോ കുഴപ്പം? അത് കുടുംബത്തോട് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ആരുടെയൊക്കെ തീരുമാനപ്രകാരം കണ്ണൂർ എത്തിക്കുകയും. അതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ലല്ലോ, ആളുകൾ നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ് കോടിയേരി സഖാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഭൗതിക ശരീരം കൊണ്ട് സംസ്കരിക്കുന്നത്. അതൊക്കെ വലിയ വേദന ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആ നൂറുകണക്കിന് ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒന്ന് കാണാൻ കഴിഞ്ഞില്ല അവസാനം. അതൊരു വലിയ ചെറിയ സംഭവമല്ല. അത് അവരുടെ കുടുംബത്തിന് അതുണ്ടെന്ന് പലതവണ അവർ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചതാണ്. ബിനീഷ് കോടിയേരിയെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. സുരേഷിനെ പോലെയുള്ള വി എസിൻ്റെ സന്തത സഹചരിയായി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും വിഭാഗീയത കൃത്യമായി പറഞ്ഞാൽ അത് തുറന്നു പറയുന്ന നേതാക്കളൊക്കെ തന്നെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ്. ഇതെന്താണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായി, പലപ്പോഴും ധാർഷ്ട്യത്തിൻ്റെ പേരിലെടുക്കുന്ന തീരുമാനമായി, പലപ്പോഴും ഒരു ഒഫൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനമായിട്ടൊക്കെ തന്നെയും CPM പാർട്ടി പോവുകയാണോ എന്നുള്ള ചോദ്യമാണ്. അത് അഖിലേന്ത്യാ തലം വരെ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അല്ല, നിങ്ങൾ ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്. ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യപരമായ ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് പാർട്ടിയിൽ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ പാർട്ടിയുടെ ചരിത്രം ആലോചിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ചർച്ചയുണ്ടാവാറില്ല. 2 ദിവസം ഷെഡ്യൂൾ ചെയ്ത് തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി 1 ദിവസം കൊണ്ട് പിരിയാണ്. ചർച്ച ചെയ്യാൻ ആളില്ല, വിമർശിക്കാൻ ആളില്ല, സ്വയം വിമർശനം നടത്താൻ ആളില്ല. പാർട്ടിയിൽ എപ്പോഴും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സംഘടനാ സൗന്ദര്യം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും. വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് കമ്മിറ്റി പറയുക. തുറന്നു പറച്ചിലാണ്. ഈ തുറന്നു പറച്ചിൽ ഇല്ലാതായിട്ട് വർഷങ്ങളായി ഈ പാർട്ടി ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോയി ജനങ്ങളിൽ നിന്ന് അകന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബിനീഷിൻ്റെ പോലും മെമ്പർഷിപ്പ്, എന്തുകൊണ്ട് ബിനീഷ് മെമ്പർഷിപ്പ് കൊടുത്തില്ല കുറേ കാലം? അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അതുപോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 12 വർഷത്തിലേറെ മുമ്പാണ് പുറത്താക്കിയത്. 3-4 അപ്പീൽ ഞാൻ കൊടുത്തു, എടുത്തിട്ടും തിരിച്ചെടുത്തില്ല. കാരണം എനിക്കറിയില്ല, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. അപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളെപ്പോലുള്ള പത്രക്കാരെ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ 3-4 അപ്പീൽ അദ്ദേഹം തന്നല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ മാത്രമല്ല എന്നെപ്പോലുള്ള ആളുകളെ ഒരുപാട് വേദനിപ്പിച്ചു.
100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് വീണ്ടും പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്നാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ഏറ്റവും നിരുത്തരവാദപരമായ ഏറ്റവും ബാലിശമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയേണ്ട മറുപടി ഇത്രയേ ഉള്ളൂ, അത് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും എന്നൊരു വാക്ക് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുമില്ല, അല്ലെങ്കിൽ പാർട്ടി അനുഭാവിത്വത്തിൽ നിന്ന് പുറത്തുമില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോയതല്ല, എന്നെ പുറത്താക്കിയതാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 12-13 കൊല്ലം കാത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു തീരുമാനത്തിൽ എടുക്കേണ്ടി വന്നു. ഞാൻ 13 വർഷം ഈ പാർട്ടി അനുഭവിച്ചെന്ന് അച്ചടക്കത്തോടെ നിൽക്കുകയായിരുന്നു. എൻ്റെ നോട്ടത്തിലോ എൻ്റെ ഭാവത്തിലോ ഈ പാർട്ടിക്ക് ദോഷം വരരുതെന്ന് അന്ന് വരെ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. CPM വിടുന്നതിന് മുൻപ് VSൻ്റെ കുടുംബവുമായി അങ്ങ് ആലോചന എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറുന്ന ഘട്ടത്തിൽ? ഇല്ല, ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്നെ വേദനിപ്പിച്ച ആ പ്രസ്താവന അദ്ദേഹം നടത്തുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് അനുഭാവത്വത്തിലേക്ക് പോകുക എന്നുള്ളതും UDFൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതും ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. അവരിങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം സംസാരിച്ചിരുന്നു. ഞാൻ അപ്പം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ആലോചിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഗോവിന്ദമാഷ്ട ഈ പ്രസ്താവനയോടുകൂടി ഞാനത് പൂർണ്ണമായി ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന അവരുടെ നിർദ്ദേശത്തെ ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആരോടും ഞാൻ ആലോചിച്ചിട്ടല്ല, സ്വയം തീരുമാനിച്ചാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തോറ്റ് CPM നിലയില്ലാ കയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും മുങ്ങിത്താഴുമോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. CPMനെതിരെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയ പ്രധാനപ്പെട്ട കേസുകൾ കൂടിയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാകട്ടെ, നവീൻ ബാബുവിൻ്റെ കേസാകട്ടെ, രക്ഷാപ്രവർത്തന കേസാകട്ടെ, അങ്ങനെ ഓരോന്നോരോന്നായി വരാൻ പോവുകയാണ്. ഇത് ഇനി എന്തായിരിക്കും ഇനി പാർട്ടിയിൽ സംഭവിക്കാൻ പോവുക? അല്ല, ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ നേരിട്ടൊരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPIM. പക്ഷേ അന്നൊക്കെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, ദൈക്ഷണിക നേതൃത്വം ഉണ്ടായിരുന്നു. ഇതിൽ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേതൃത്വം ഉണ്ടോ? ആലോചിച്ച് നോക്കുക. ഗോവിന്ദ മാസ്റ്ററുടെ പത്രസമ്മേളനം കഴിഞ്ഞാൽ അപ്പോൾ 10,000-കണക്കിന് ആളുകൾ അനുഭവത്തിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലീഡർഷിപ്പ് എവിടെയാണ് ഈ പാർട്ടിയിൽ? ആരെയാണ് സെക്കൻഡ് ലീഡർഷിപ്പായി കൊണ്ടുവന്നിരിക്കുന്നത്? ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ നേതൃത്വത്തിൽ വിശ്വാസമില്ല, പണികൾക്ക് നേതൃത്വത്തിൽ വിശ്വാസമില്ലാതായ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അത് വളരെ കഠിനമായിട്ടുള്ള തെറ്റുതിരുത്തൽ നടത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ സമയത്ത് തന്നെ സ്വയം വിമർശനങ്ങൾ കൃത്യമായി പാർട്ടി അംഗങ്ങൾക്ക് പറയാം. അത് ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലും വിമർശനങ്ങൾ ഉയർത്തുന്ന ആൾക്കാർക്ക് നേരെ അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് പാർട്ടി, അല്ലെങ്കിൽ അവർക്ക് നേരെ വാളോങ്ങുകയാണ് പാർട്ടി. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്വയം വിമർശനം പലപ്പോഴും ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ഉള്ളത്? അല്ല, ഇപ്പം നേരത്തേനേക്കാളും കഴിഞ്ഞ കുറച്ച് കാലമായിട്ടില്ലാതിരുന്നൊരു പുതിയ പ്രവണത, വിമർശിക്കാൻ ആളുകൾ തുടങ്ങി. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കുറേ വിമർശനം നടത്തി, നിങ്ങളൊക്കെ ഉൾപ്പെടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു, ഏരിയ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു. ഇതപ്പോൾ ലോക്കൽ കമ്മിറ്റികൾ കൂടാൻ പോകണം, അവിടെ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു. ഈ വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷെ അതെത്രത്തോളം ഈ പാർട്ടിയിൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് ആ വിമർശനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടി എത്രത്തോളം തെറ്റുതിരുത്തൽ നടത്തുമെന്നുള്ളത് ഒരു സംശയം പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം, ആ മരണത്തിൽ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നുള്ള ഗീർവാണമാണ് CPM മുഴക്കിയത്. ഇപ്പോൾ CBI അന്വേഷണം സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അന്നെടുത്ത നിലപാടിൽ നിന്ന് CPM പിന്നോട്ട് പോവുകയാണോ? CPM CBI അന്വേഷണത്തെ പേടിക്കുകയാണോ? തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ, CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, CBI കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞ ഞങ്ങൾ അതേ ഒരു അഭിപ്രായം ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. കേസിൽ ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ കൂടിയുണ്ട്. അതാണ് പറയുന്നത്, ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ പേടിക്കേണ്ട കാര്യം? ഈ മാസപ്പടി കേസ് CPMന് പ്രത്യേകിച്ച് പിണറായി വിജയന് കുരുക്കാകും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം ഫലപ്രാപ്തി എത്തുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നെ EDക്കെതിരായിട്ടുള്ള ആക്രമണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നല്ലോ, അത് സത്യത്തിൽ അത് ചെയ്യുന്നവർക്ക് അറിയില്ലേ? ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിക്കെതിരായിട്ടൊരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെക്കുറിച്ച് അറിയില്ലേ? സ്വാഭാവികമായിട്ട് എന്തിനാ അവരെ പേടിക്കേണ്ട കാര്യം? അവരന്വേഷിക്കാൻ വന്നത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നതല്ല. അത് പിണറായി സഖാവ് തന്നെ ഒന്ന് പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചില്ല, മകളോടാണ് ചോദിച്ചതെന്ന്. ചില രേഖകളും മൊബൈൽ ഫോണും മറ്റുമൊക്കെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവരെവിടെയാണ് താമസിക്കുന്നത്, അവിടേക്കല്ലേ വരിക. ഇപ്പോൾ അഭിജിത്ത് ഒരു തെറ്റ് ചെയ്താൽ, അഭിജിത്ത് എൻ്റെ വീട്ടിൽ വന്നാൽ അഭിജിത്ത് തിരഞ്ഞ് എൻ്റെ വീട്ടിലേക്കല്ലേ പോലീസ് അന്വേഷിച്ച് വരിക. അത്രേ അവർ ചെയ്തുള്ളൂ. പക്ഷേ ആ ചെയ്ത ആളുകളുടെ കാർ ആക്രമിക്കുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. പാർട്ടി ആഹ്വാനം ചെയ്തിട്ട് ആക്രമിച്ചു എന്ന് ഞാൻ പറയില്ല. പാർട്ടി അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിൽ തെറ്റ് ചെയ്യാൻ പാർട്ടി ആഹ്വാനം ചെയ്യില്ല, അത് ഉറപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് തെറ്റാണ് ചെയ്തത്. ആക്രമണം, ആ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം തെറ്റാണ്.
പിണറായി വിജയൻ പുറത്തിറങ്ങി വന്ന ശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹം നടത്തുന്നത് കലാപാഹ്വാനമല്ലേ? അല്ല, അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ആക്രമണം ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. പണ്ടത്തെ പോലെ പിറ്റേ ദിവസം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. വിത്തിൻ സെക്കൻഡ്സ് ലൈവ് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് ആ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പാടില്ല ആരും. പിണറായി വിജയനും വീണ വിജയനും ഒരു വീട്ടിൽ തന്നെ താമസിക്കുക എന്നുള്ള നിലപാടെടുത്തത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ CPM PB അംഗത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് എന്നുള്ള ഒരു വലിയ വാർത്തയൊക്കെ തന്നെയും കിട്ടുമല്ലോ. അങ്ങനെ സംഭവിച്ചതായിരിക്കും അല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസി ആയാലും ഏത് ഏജൻസി ആയാലും അവർക്ക് അന്വേഷണം നടത്താൻ ഒരു തടസ്സമില്ല. സ്വാഭാവികമായിട്ടും അവർ എവിടെയായാലും അന്വേഷണം നടത്തും. ആ അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം നടത്തട്ടെ. ഏത് കാര്യത്തിലായാലും ഇപ്പോൾ വേട്ടയാടലാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത് അന്വേഷണം നടത്തിയിട്ടാണല്ലോ. ഇപ്പോൾ കെജ്രിവാളിനെതിരെ അന്വേഷണം നടന്നു, അദ്ദേഹത്തെ ജയിലിലടച്ചു, കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ആ ഒരു സംഗതി നമ്മൾ അന്വേഷണത്തെ ഭയപ്പെടാൻ പാടില്ല എന്നാണ് എന്നെ പോലുള്ള ആളുകളുടെ അഭിപ്രായം. പിണറായിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം തെറിക്കുമോ? വലിയ വിമർശനമാണ് അണികളിൽ നിന്ന് ഉയരുന്നത്. അദ്ദേഹം ആരോഗ്യ കാരണം കൊണ്ട് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. CPM-നകത്തുള്ള പ്രബല രാഷ്ട്രീയ കക്ഷി കൂടിയാണ്. ഉപനേതാവ് സ്ഥാനം വേണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ CPI ആവശ്യപ്പെടുന്നു. ഇപ്പോഴും ആ ചർച്ച ഫലം കണ്ടിട്ടില്ല, പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ ഒരു സ്റ്റാൻഡ് പറയാൻ, ഒരു നിലപാട് പറയാൻ ബിനോയ് വിശ്വം പോലും മടിക്കുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി വരുന്നു. അപ്പോൾ ഒരു ഉപനേതാവ് സ്ഥാനം CPIക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. അത് കീഴ്വഴക്കില്ല. ES പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ 2014. അപ്പോൾ കോടിയേരിയായിരുന്നു ഉപനേതാവ്. അത് കീഴ്വഴക്കമില്ലാത്തൊരു കാര്യം ആവശ്യപ്പെടുന്ന ആളുകൾ കുറച്ചും കൂടി ഒരു പാകതയോടുകൂടി, കുറച്ച് രാഷ്ട്രീയ പക്വതയോടുകൂടി ആവശ്യപ്പെടണമായിരുന്നു. അതൊരു കീഴ്വഴക്കമില്ല, അത് കിട്ടാനും സാധ്യതയില്ല. നയിക്കാൻ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി കൂടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. CPM-ൽ അത്തരത്തിലൊരു നേതാക്കളുടെ കാര്യത്തിലൊരു ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ടോ? അല്ല, അത് ഉണ്ടാക്കി വെച്ചാണല്ലോ. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ പോലെ എല്ലാ ഹോർഡിങ്സിലും അങ്ങനെ എഴുതി വെച്ച് തന്നെ തിരിച്ചടിയായി എന്നാണല്ലോ പാർട്ടി കമ്മിറ്റികളിൽ വിലയിരുത്തപ്പെട്ടത്. രണ്ടാം ലീഡർഷിപ്പോ മൂന്നാം ലീഡർഷിപ്പോ ഉണ്ടാക്കി വെക്കാത്തത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ച സെക്കൻഡ് ലീഡർഷിപ്പ് ആരാണ്? ആളുകൾ വിശ്വസിക്കുന്ന സെക്കൻഡ് ലീഡർഷിപ്പ് CPM-ലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നേതൃദാരിദ്ര്യം എന്ന് പറയുന്നത്. ആ വിമർശിക്കുന്ന ആളുകളെ, പാർട്ടിയെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ചവിട്ടി ഒതുക്കി താഴെയാക്കി ഇനി മുകളിലേക്ക് അവർക്ക് വരാൻ കഴിയാത്ത രൂപത്തിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ലീഡർഷിപ്പ് ദാരിദ്ര്യം പൂർണ്ണമായിട്ടും CPM-ൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷൻ പര്യടനം, പ്രചാരണമൊക്കെ? നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്? തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ ചുരുങ്ങിയ സമയം മാത്രമേ കിട്ടിയുള്ളൂ. 21-നോ മറ്റാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം AICC പ്രഖ്യാപിച്ചത്. 23-നാണ് നോമിനേഷൻ കൊടുക്കുന്നത്. ഒരു 16-17 ദിവസം എനിക്ക് കിട്ടിയുള്ളൂ. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് താഴെ ഇറങ്ങി കൂടുതലായിട്ട് പ്രചരണ പരിപാടി നടത്താനോ അതിൻ്റെ ഒരുപാട് തലത്തേക്ക് പോകാനോ സമയം കുറവ് കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളായിട്ട് 2 ആളുകൾ, ഒരാൾ MLA ആണ്, മറ്റൊരാൾ 10-15 കൊല്ലമായിട്ട് അവിടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ആ സമയപരിമിതി കൊണ്ടാണ്. എന്നിട്ടും 20% വോട്ട് വർദ്ധിപ്പിച്ചു. CPM-ൻ്റെ വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു. 7000-ഓളം വോട്ട് CPM-ന് കുറയ്ക്കാൻ കഴിഞ്ഞു. BJP-യുടെ വോട്ടും കുറയ്ക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് 20% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് മലമ്പുഴയുടെ കാര്യം വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം പാർട്ടിയുടെ മുന്നിൽ വച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദവി വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുമതല അങ്ങേക്ക് നൽകണമെന്നോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാനത് അവരോട് ഞാൻ പറഞ്ഞല്ലോ, ടഫായിട്ടുള്ള മണ്ഡലത്തിലേക്കാണ് എന്നെ പരീക്ഷിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ മത്സരം ഒരു പക്ഷേ ഞാൻ ചാവേറാവുകയാണെങ്കിൽ, അത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന നിലയ്ക്കുള്ള ഒരു അഭിപ്രായമാണ്. പക്ഷേ ഏത് സ്ഥാനത്തിന് വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ നിലപാടെടുത്തത്. ഒരു ഫൈറ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ UDF കൂടുതൽ ഇടതുപക്ഷത്തോട് അടുക്കുകയും ആ നയങ്ങൾ, നെഹ്റുവിയൻ സോഷ്യലിസം, ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പറയുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ് എനിക്ക് ഈ UDF-നോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആകൃഷ്ടം തോന്നിയത്. ഒരു പ്രത്യേക സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞുറപ്പിച്ചിട്ടോ അല്ല ഞാൻ ആ തീരുമാനം എടുത്തത്. VD സതീശൻ സർക്കാരിൻ്റെ തുടക്കത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗംഭീര തുടക്കമല്ലേ, വൺ ടേക്ക് ഓഫ് അല്ലേ? കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ആ ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞില്ലേ? ധീരമായിട്ടുള്ള എത്ര തീരുമാനങ്ങൾ എടുത്തേക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയെ അദ്ദേഹം മാറുകയും ചെയ്തു. ജെൻസി ആളുകളുടെ ഇടയിൽ, ന്യൂ ജനറേഷൻ്റെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായി മാറിയില്ലേ? ചിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്കുണ്ടായില്ലേ? മുഖ്യമന്ത്രി ഓഫീസ് 10 കൊല്ലമായിട്ട് വേറൊരു സ്റ്റേജിലായിരുന്നല്ലോ. ആർക്കെങ്കിലും കയറാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റുന്ന, ഏറ്റവും ജനാധിപത്യ സ്വഭാവമുള്ള ആർക്കും മുഖ്യമന്ത്രി കാണാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയില്ല. അതല്ല ഏറ്റവും വലിയ മാറ്റം. മന്ത്രിമാരുടെ വീട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ ഈ അടുത്തത് കാലത്ത്. ജനങ്ങൾ തിരക്കാണ്.
ആർക്ക് വേണമെങ്കിൽ സമീപിക്കാവുന്ന മന്ത്രിമാരാണ് ഈ UDF-ൻ്റെ മന്ത്രിമാരെല്ലാവരും. ആരും അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കില്ല, കടക്ക് പുറത്തെന്ന് പറയില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ ആവണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവണം ആഗ്രഹിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ UDF-നെ വോട്ട് ചെയ്തത്. 19 സംസ്ഥാന ബജറ്റ് കൂടിയാണ്. CPM കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണപക്ഷത്താണ്. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തിയ UDF, പ്രത്യേകിച്ച് ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ് കൂടിയാണ്. ധവളപത്രം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ബജറ്റ് കൂടി അവതരിപ്പിക്കാൻ പോകുന്നു. എങ്ങനെയായിരിക്കും അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിലും എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഒരു ധാരണ വന്നു എന്താണ് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി എന്നുള്ളത്, കേരളത്തിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്നുള്ളത് ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് ജനങ്ങൾക്കൊരു ബോധ്യം. അപ്പോൾ പ്രിക്കോഷൻസ് എടുക്കണം. ആ ധനകാര്യസ്ഥിതി മാറ്റാനും കേരളത്തിൻ്റെ പുരോഗതിക്കുമായി ചില പ്രിക്കോഷൻസ്, ചില മുൻകരുതലുകൾ എടുക്കണം. ചില കാര്യങ്ങൾ ധീരമായി എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ മുന്നോടിയാണ് ഈ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ ബഡ്ജറ്റിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നന്നായിട്ടുണ്ടാവും എന്നാണ് ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. അത് നമ്മൾ വിശ്വസിക്കാം. ബഡ്ജറ്റ് ജനപ്രിയ ബഡ്ജറ്റുമാവും, അതോടൊപ്പം തന്നെ കുറച്ച് നിയന്ത്രണങ്ങൾ വരുന്ന ബഡ്ജറ്റുമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളമാണ്? വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞ സ്ഥിതിക്ക് 5,07,000 കോടിയോളം രൂപ കടമുള്ളൊരു നമ്മളെ എക്സ്ചക്കറാണ് നമുക്കുള്ളത്. അത് നിന്നുകൊണ്ട് എന്തൊക്കെ കേരളത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള വിപ്ലവകരമായിട്ടൊരു ബഡ്ജറ്റായിരിക്കും 19-ന് അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. VD's ക്യാബിനറ്റിൻ്റെ ആദ്യ തീരുമാനത്തിൽ തന്നെ വന്നതാണ് ആശമാർക്ക് കൃത്യമായി ഓണറേറിയം കൊടുക്കും, അങ്കണവാടി വർക്കർമാരെ ചേർത്ത് പിടിക്കും, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര. അങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തുടക്കം അത് LDF സർക്കാർ അവഗണിച്ച് ഒഴിവാക്കി നിർത്തിയ ആ സംവിധാനങ്ങളെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി നൽകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ VD സതീശൻ ക്യാബിനറ്റ് തീരുമാനം നടപ്പിലാക്കുമ്പോൾ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ തന്നെ താഴെക്കടിയുള്ള ആളുകളായാലും ആശമാര ഉൾപ്പെടെയുള്ള ആളുകളായാലും അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും. അവരെയൊക്കെ കാണുന്നൊരു ബഡ്ജറ്റായിരിക്കും 19-ന് VD സതീശൻ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.